नमा ओम विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदांत स्वामिने ते नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैता गदाधर श्रीवासादि गौर भक्तवृंदा। हरे कृष्णा 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 हरे हरे, हरे राम 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഒരിക്കൽ കൂടെ എല്ലാവർക്കും സ്വാഗതം. 7ാമത്തെ അധ്യായമാണ് നമ്മൾ ഭഗവത്ഗീതയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നോളജ് ഓഫ് ദ ആബ്സല്യൂട്ട്, അല്ലെങ്കിൽ ജ്ഞാന വിജ്ഞാന യോഗം. റീക്യാപ്പ് നമുക്ക് നടത്താം. 30 ശ്ലോകങ്ങൾ ഈ അധ്യായത്തിലുണ്ട്. അത് നമുക്ക് 3 സെക്ഷനായിട്ട് തിരിക്കാം. ആദ്യത്തെ 12 ശ്ലോകങ്ങളിൽ എങ്ങനെ ഭഗവാനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാം, അതാണ് ഫസ്റ്റ് സെക്ഷൻ. അതിൽ 3 സബ് ഡിവിഷൻസ് ഉണ്ട്. അതിലത്തെ ആദ്യത്തെ സബ് ഡിവിഷൻ നമ്മൾ കഴിഞ്ഞു. ഇന്ന് നമ്മൾ സെക്കൻഡ് സബ് ഡിവിഷൻ വെച്ച് തുടങ്ങാൻ പോവുകയാണ്. സെക്കൻഡ് സെക്ഷനിൽ ഭഗവാനോടുള്ള സറണ്ടർ, ആരൊക്കെ സറണ്ടർ ചെയ്യും, ആരൊക്കെ സറണ്ടർ ചെയ്യാതിരിക്കും, ഇനി ഭഗവാനല്ലാതെ വേറെ എന്തെങ്കിലുമോട് സറണ്ടർ ചെയ്യുന്ന ആൾക്കാരെ കുറിച്ച് ആ സെക്ഷനകത്ത് പറയുന്നുണ്ട്. അത് 13 മുതൽ 25 വരെയുള്ള സെക്ഷനാണ്. പിന്നെ ഏറ്റവും ഒടുവിലത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഭഗവാനെ അറിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണ്, മോക്ഷം, ലിബറേഷൻ. അതിനെക്കുറിച്ചാണ് അവസാനത്തെ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ശ്ലോകത്തിൽ നമ്മൾ പഠിച്ചു. അപ്പം 6ാമത്തെ അധ്യായം എങ്ങനെയാണ് ഭഗവാൻ എൻഡ് ചെയ്യുന്നത്? ഏറ്റവും ഉത്തമനായിട്ടുള്ള യോഗി എന്ന് പറയുന്നത് ഭക്തി യോഗിയാണ് എന്ന് പറഞ്ഞ് നിർത്താണ്. എന്നിട്ട് തുടർന്ന് ആ 7ാമത്തെ അധ്യായത്തിൽ പറയാണ്, അതുകൊണ്ട് മൈ ആസക്ത മനാപാർത്ത, മനസ്സ് എപ്പോഴും ആരോട് അറ്റാച്ച്ഡ് ആയിരിക്കണം? മൈ, എന്നോട്. എങ്ങനെ? പ്രാക്ടീസിലൂടെ. യോഗം യുഞ്ചൻ മദാശ്രയ, ഭഗവാനെ ഫുൾ കോൺഷ്യസ്നെസ്സിലോട് കൂടിയിട്ട് യോഗ പ്രാക്ടീസ് ചെയ്യണം, അതായത് ഭക്തി യോഗ പ്രാക്ടീസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഭഗവാനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അസംശയം സമഗ്രമാ, യാതൊരു സംശയങ്ങളില്ലാതെ പൂർണ്ണമായിട്ട് ഭഗവാനെ മനസ്സിലാക്കാൻ കഴിയും. അതിനുള്ള പ്രോസസ്സ് എന്താണെന്നും കൂടെ ഭഗവാൻ എന്നെ പറയുന്നുണ്ട്. ഏതാണ് ആ പ്രോസസ്സ്? ശ്രവണം. തത് ശൃണു. സോ ശ്രവണത്തിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ട് നമ്മൾ ആദ്യത്തെ ശ്ലോകത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞ് എന്ത് കേൾക്കണം അതിനെക്കുറിച്ചാണ് ഭഗവാൻ രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ജ്ഞാനം തേഹം സവിജ്ഞാനം. ജ്ഞാനം എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ നോളജ്, വിജ്ഞാനം എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ നോളജ്. ആ അർത്ഥത്തിലാണ് ഈ ശ്ലോകത്തിൽ ജ്ഞാനം വിജ്ഞാനം എന്ന വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. ജ്ഞാനം വിജ്ഞാനം ഞാൻ നിനക്ക് പൂർണ്ണമായിട്ട് ഇനി പറഞ്ഞു തരാൻ പോവുകയാണ്. ഇതം വക്ഷ്യാമി അശേഷത്, പൂർണ്ണമായിട്ട് പറഞ്ഞു തരാം. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താണ്? യജ്ഞാത്വനേഹഭൂയോന്യജ് ജ്ഞാതവ്യം അവശിഷ്യത. പിന്നെ വേറെ ഒന്നും അറിയേണ്ടതായിട്ടില്ല. അതായത് എല്ലാം മനസ്സിലാക്കാൻ സാധിക്കും ഈ ജ്ഞാനം വിജ്ഞാനത്തിലൂടെ. അതാണ് നമ്മൾ സെക്കൻഡ് ശ്ലോകത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. 3ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഈ കിട്ടുന്ന ജ്ഞാനവും വിജ്ഞാനവും വളരെ ചുരുക്കം ചിലർക്ക് മാത്രമേ അത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അതാണ് നമ്മൾ മനുഷ്യാനാം സഹസ്രേഷു, ആയിരക്കണക്കിന് മനുഷ്യർ എടുത്താൽ അതിൽ വളരെ ചുരുക്കം പേരെ സിദ്ധേ കശ്ചിത് ജിത്തിതി സിദ്ധി, പെർഫെക്ഷന് വേണ്ടി അവർ ശ്രമിക്കുകയുള്ളൂ. അതിൽ തന്നെ വളരെ ചുരുക്കം ആൾക്കാർക്ക് മാത്രമേ കശ്ചിന്മാം വേത്തി തത്വതഃ എന്നെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. സോ കൃഷ്ണ കോൺഷ്യസ്നസ് എന്ന് പറയുന്നത് വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് മനസ്സിലാക്കുക. പ്രഭുപാദിന്റെ മേഴ്സി കൊണ്ടാണ് നമുക്കിപ്പോൾ ഇത് കിട്ടിയിരിക്കുന്നത്. സോ നമ്മളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ഈ ലൈഫ് ടൈമിൽ തന്നെ നമുക്ക് പെർഫെക്ഷൻ ആ പെർഫെക്ഷനിലേക്ക് എത്താൻ നമ്മൾ ശ്രമിക്കണം. ഓക്കെ, ഇനി ആ അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടിയിട്ട് ഇനി ഫസ്റ്റ് സെക്ഷനിലെ 2ാമത്തെ സബ് ഡിവിഷനിലേക്ക് നമ്മൾ പോവുകയാണ്. അതായത് ഭഗവാന്റെ എനർജീസിനെ കുറിച്ച്, ശക്തിനെ കുറിച്ച് ഇനി ഭഗവാൻ ഡിസ്ക്രൈബ് ചെയ്യാൻ പോവാം. അതിലാദ്യം ഭഗവാന്റെ മെറ്റീരിയൽ എനർജീസിനെ കുറിച്ചാണ് ഇനി ഭഗവാൻ പറയാൻ പോകുന്നത്. അത് നമുക്ക് എന്താന്ന് നോക്കാം. ഭൂമിരാപനലോ വായു കമ്മനോ ബുദ്ധിരേവ ച അഹങ്കാര ഇതീയം മേ
ഭിന്ന പ്രകൃതിർ അഷ്ടദാ ഭൂമിരാപനലോ വായു കമ്മനോ ബുദ്ധിരേവ ച അഹങ്കാര ഇതീയം മേ ഭിന്ന പ്രകൃതിർ അഷ്ടദാ. ആർക്കെങ്കിലും റിപ്പീറ്റ് ചെയ്യണേ? റിപ്പീറ്റ് ചെയ്തു. ഹരേ കൃഷ്ണ. ഭൂമിരാപോ അനലോ വായു ഖം മനോ ബുദ്ധിരേവ ച അഹങ്കാര ഇതീയം മേ ഭിന്നാ പ്രകൃതിരഷ്ടധാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭൂമിരാപനലോ വായു ഖം മനോ ബുദ്ധിരേവ ച അഹങ്കാര ഇതീയം മേ ഭിന്ന പ്രകൃതിരഷ്ടധാ. ഹരേ കൃഷ്ണ. ഭൂമിരാപോ നലോ വായു ഖം മനോ ബുദ്ധിരേവ ച അഹങ്കാര ഇതീയം മേ ഭിന്നാ പ്രകൃതിരഷ്ടധാ. ഹരേ കൃഷ്ണ. ഒന്ന് വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഭൂമിരാപോ നലോ വായു ഖം മനോ ബുദ്ധിരേവ ച അഹങ്കാര ഇതീയം മേ ഭിന്നാ പ്രകൃതിരഷ്ടധാ. ഭൂമി ആപഃ ജലം, അനലഃ അഗ്നി, വായു ഖം ആകാശം, മനഃ മനസ്സ്, ബുദ്ധി അഹങ്കാരഃ ച അഹങ്കാരവും ഏവ ഇങ്ങനെ എന്റെ ഇയം പ്രകൃതി ഈ പ്രകൃതി അഷ്ടധാ 8 വിധത്തിൽ ഭിന്നമായിരിക്കുന്നു. എന്റെ ഭിന്നമായ ഭൗതിക പ്രകൃതി ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, മനസ്സ്, ബുദ്ധി എന്നിങ്ങനെ 8 മടങ്ങുന്നതാണ്. ഭാവാർത്ഥം: ഈശ്വരന്റെ സ്വരൂപത്തെയും അവിടുത്തെ വിവിധ ശക്തികളെയും വിശകലനം ചെയ്യുന്നതാണ് ജീവശാസ്ത്രം. ഭൗതിക സത്ത പ്രകൃതി എന്ന് പറയപ്പെടുന്നു. തന്റെ വിവിധ പുരുഷാവതാരങ്ങളിലെ ഭഗവാന്റെ ശക്തിയാണ് ഭൗതിക പ്രകൃതി. സാത്വതന്ത്രം ഇങ്ങനെ പറയുന്നു: വിഷ്ണോർത്തു ത്രീണി രൂപാണി പുരുഷാഖ്യാന്യതോ വിദുഃ ഏകം തു മഹദസ്രഷ്ടു ദ്വിതീയത്വന്ത സംസ്ഥിതം തൃതീയം സർവഭൂതസ്ഥം താനി ജ്ഞാത്വാ വിമുച്യതേ. പ്രപഞ്ച സൃഷ്ടിക്ക് വേണ്ടി കൃഷ്ണന്റെ പൂർണ്ണ രൂപവിസ്തരണം 3 വിഷ്ണു രൂപങ്ങൾ കൈക്കൊള്ളുന്നു. ആദ്യത്തേത് മഹാവിഷ്ണു മഹത്തത്വം എന്ന സമഗ്ര പ്രപഞ്ചശക്തിയെ സൃഷ്ടിക്കുന്നു. ഓരോ പ്രപഞ്ചത്തിനും വൈവിധ്യം നൽകിക്കൊണ്ട് അവയിലെല്ലാം ഉൾപോകുന്ന ഗർഭോദകശായി വിഷ്ണുവാണ് രണ്ടാമത്തെ മൂർത്തി. മൂന്നാമത്തെ മൂർത്തി ക്ഷീരോദകശായി വിഷ്ണു സർവപ്രപഞ്ച വ്യാപ്തമായ പരമാത്മാവാണ്. അവിടുന്ന് ഓരോ അണുവിലും കുടികൊള്ളുന്നു. വിഷ്ണുവിന്റെ ഈ മൂർത്തിത്രയത്തെ കുറിച്ച് അറിയുന്നവന് ഭൗതിക ബന്ധനങ്ങളിൽ നിന്നും മുക്തനാകാൻ കഴിയും. ഭഗവത് ശക്തികളിൽ ഒന്നിന്റെ ക്ഷണികമായ ഒരു ആവിർഭാവമാണ് ഈ ഭൗതിക ലോകം. ഇതിന്റെ സകല പ്രവർത്തനങ്ങളും ഭഗവാൻ കൃഷ്ണന്റെ രൂപവിസ്തരണങ്ങളായ ഈ മൂന്ന് വിഷ്ണുമൂർത്തികളുടെ ആഭിമുഖ്യത്തിലാണ് നടക്കുന്നത്. ഈ മൂർത്തികളെ അവതാരങ്ങൾ എന്ന് പറയുന്നു. ദൈവത്തിന്റെ, അതായത് കൃഷ്ണന്റെ ഈ ശാസ്ത്രം ഗ്രഹിക്കാത്തവർ ഈ ലോകം ജീവസത്തകൾക്ക് സുഖിക്കാനുള്ളതാണെന്നും ഇതിന് കാരണഭൂതനും ആസ്വാദകരും അതീശരും പുരുഷന്മാർ ഈ ജീവാത്മാക്കൾ തന്നെയെന്നുമത്രേ പൊതുവെ കരുതുന്നത്. നിരീശ്വരരുടെ ഈ നിഗമനം ഭഗവത്ഗീത സിദ്ധാന്തപ്രകാരം തെറ്റാണ്. പ്രകൃതി പ്രാദുർഭാവത്തിന് മൂലകാരണം കൃഷ്ണൻ തന്നെയാണ്. ഈ ശ്ലോകം സ്പഷ്ടമാക്കുന്നുണ്ടല്ലോ. ശ്രീമദ് ഭാഗവതവും ഇങ്ങനെയാണ് പറയുന്നത്: ഭഗവാന്റെ ഭിന്നശക്തികളത്രേ ഭൗതിക പ്രപഞ്ചത്തിന്റെ ഘടകങ്ങൾ. അദ്വൈതികളുടെ അത്യന്തിക ലക്ഷ്യമായ ബ്രഹ്മജ്യോതിസ് പരവ്യോമത്തിൽ ആവിർഭവിച്ച ഒരാത്മീയ ശക്തിയാണ്. വൈകുണ്ഠ ലോകത്തിലുള്ള ഇതുപോലെ ബ്രഹ്മജ്യോതിസിൽ ആത്മീയ
വൈവിധ്യമില്ല. അവ്യക്തിഗതവാദി ആത്യന്തികവും ശാശ്വതവുമായ ലക്ഷ്യമായി അതിനെ സ്വീകരിക്കുന്നു. പരമാത്മാവും ക്ഷീരോദാകാശായി വിഷ്ണുവിന്റെ ക്ഷണികവും സർവവ്യാപ്തവുമായ ഒരു ആവിർഭാവമാണ്. ആധ്യാത്മിക ലോകത്തിൽ ശാശ്വതമായ ഒന്നല്ല പരമാത്മാ വിസ്തരണം. അങ്ങനെ യഥാർത്ഥമായ പരമസത്യം ഭഗവാൻ കൃഷ്ണൻ മാത്രമെന്ന് മനസ്സിലാക്കാം. തികഞ്ഞ സർവശക്ത പുരുഷനായ അദ്ദേഹത്തിന് വിഭിന്നങ്ങളായ ഒട്ടേറെ ആന്തരശക്തികൾ ഉണ്ട്. പ്രകൃതി ശക്തിയുടെ മുഖ്യ വിഭാഗങ്ങൾ 8 വിധമെന്ന് മുമ്പ് പറഞ്ഞുവല്ലോ. അവയിൽ ആദ്യത്തെ 5 ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്നിവയെ പഞ്ചമഹാഭൂതങ്ങളെന്നും പറയുന്നു. ഇവയാണ് 5 ഇന്ദ്രിയ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്നത്. ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എന്നിവയുടെ പ്രത്യക്ഷീഭാവങ്ങളത്രേ ഈ മഹാഭൂതങ്ങൾ. ഭൗതികശാസ്ത്രം ഈ 10നെയും അംഗീകരിക്കുന്നുവെങ്കിലും ബുദ്ധി, മനസ്സ്, അഹങ്കാരം എന്നീ 3നെയും അവഗണിക്കുന്നു. മാനസിക പ്രവർത്തനങ്ങളിൽ കൗതുകം കൊള്ളുന്ന തത്വചിന്തകർക്ക് പൂർണ്ണമായ ജ്ഞാനം നേടാനാവാത്തത് ഏതൊന്നിന്റെയും മൂലകാരണമായ കൃഷ്ണനെ അറിയാത്തത് കൊണ്ടാണ്. ഇത് ഞാൻ, ഇത് എന്റേത് എന്ന ഭൗതിക ജീവിതത്തിന്റെ ആണിക്കല്ലായ മിഥ്യാഹങ്കാരം ഭൗതിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ 10 ഇന്ദ്രിയങ്ങളെയും ഉൾക്കൊള്ളുന്നു. മഹത്തത്വം എന്ന് അറിയപ്പെടുന്ന സമഗ്ര ഭൗതിക സൃഷ്ടിയെ ബുദ്ധി എന്ന് വിവക്ഷിക്കുന്നു. ഇങ്ങനെ ഭഗവാന്റെ 8 വിഭിന്ന ശക്തികളിൽ നിന്നും സ്ഥൂല പ്രപഞ്ചത്തിലെ 24 മൂലകങ്ങൾ ഉളവാകുന്നു. ഇവയെല്ലാറ്റിലുമാണ് നിരീശ്വരപരമായ സാങ്ക്യ സിദ്ധാന്തം ഊന്നി നിൽക്കുന്നത്. കൃഷ്ണന്റെ ശക്തിയിൽ നിന്നും പൊട്ടി വളർന്ന് വേറിട്ടവയാണ് ഇവയെല്ലാം. പക്ഷെ അറിവ് കുറഞ്ഞ സാങ്ക്യ സിദ്ധാന്തികൾ കൃഷ്ണനാണ് സർവകാരണങ്ങൾക്കും കാരണമെന്ന് അറിയുന്നില്ല. അവർക്ക് ചർച്ചാ വിഷയമാകുന്നത് ഭഗവത്ഗീതയിൽ വിവരിച്ചിട്ടുള്ളതുപോലെ ഭഗവാന്റെ ബാഹ്യശക്തിയുടെ ആവിഷ്കാരം മാത്രമാണ്. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭൂമിരാപനലോ വായു കം മനോ ബുദ്ധിരേവ ച അഹങ്കാര ഇതീയം മേ ഭിന്ന പ്രകൃതിർ അഷ്ടത. ഭഗവാന്റെ ഭൗതിക ശക്തികളെ കുറിച്ച്, മെറ്റീരിയൽ എനർജീസിനെ കുറിച്ച് ഈ ശ്ലോകത്തിൽ പറയാണ്. ഏതൊക്കെയാണ് അത്? 1 ഭൂമി, ആപ എന്ന് പറഞ്ഞാൽ ജലം, അനല അഗ്നി, വായു കം എന്ന് പറഞ്ഞാൽ ആകാശം, ഈതർ, മനസ്സ്, ബുദ്ധി, പിന്നെ അഹങ്കാരം. ഇതെല്ലാം ഭിന്ന പ്രകൃതി, എൻ്റെ ഭിന്നമായ ഭൗതിക പ്രകൃതിയാണ്. അത് എത്രണ്ണമാണ്? അഷ്ടത, 8 അടങ്ങുന്നതാണ്. അപ്പം ഈ ശ്ലോകത്തിൽ ഭഗവാനാണ് എല്ലാത്തിൻ്റെയും കോസ് എന്നുള്ളത് ഭഗവാൻ ഇവിടെ തെളിയിക്കുകയാണ് ഈ ശ്ലോകത്തിലൂടെ. ഈ മെറ്റീരിയൽ വേൾഡിന്റെ ഒറിജിനൽ കോസ് ആരാണെന്ന് ചോദിച്ചാൽ ഭഗവാനാണ്. അപ്പൊ ഇവിടെ ഭിന്ന പ്രകൃതി എന്ന് ഭഗവാൻ ഒരു വാക്ക് ഉപയോഗിക്കുന്നത്. പ്രഭുപാദ തന്നെ സെപ്പറേറ്റഡ് എനർജി എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ എന്താണ് സെപ്പറേറ്റഡ് എനർജി അല്ലെങ്കിൽ ഭിന്ന പ്രകൃതി എന്ന് പറയാൻ കാരണം എന്താ? പ്രഭുപാദ ഒരു എക്സാമ്പിൾ കൊടുക്കുന്നത് പശുവിൻ്റെ ഒരു പ്രോഡക്റ്റാണ് പാല്. അത് രണ്ടാണ്. അതായത് പാൽ എന്ന് പറയുന്നത് പശുവിൻ്റെ എനർജിയിൽ നിന്നും ഉണ്ടായ ഒരു പ്രോഡക്റ്റാണ് പാൽ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ മുമ്പിൽ ഒരു കുപ്പി പാലുണ്ടെന്നും വെച്ച് അവിടെ പശു ഉണ്ടായിരിക്കണം എന്നില്ല. കാരണം പാലെന്ന് പറയുന്നത് പശുവിൻ്റെ ഒരു സെപ്പറേറ്റഡ് ആയിട്ടുള്ള എനർജി ആയതുകൊണ്ട്. അതുകൊണ്ടാണ് ഭഗവാൻ ഇവിടെ എൻ്റെ മെറ്റീരിയൽ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് എൻ്റെ സെപ്പറേറ്റഡ് എനർജിയാണെന്ന് പറയും. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പ്രഭുപാദ് ഇസ്കോൺ തുടങ്ങിയ സമയത്ത് പ്രഭുപാദ് എന്നും രാത്രി ഇരുന്ന് ഈ ഡിക്റ്റാഫോണാണ് മുമ്പിൽ കയ്യിൽ പിടിച്ചിരിക്കുന്നത്. ഈ ഡിക്റ്റാഫോണിലൂടെ
സംസാരിക്കും, എന്നിട്ട് അതിവിടെ റെക്കോർഡ് ചെയ്യും. എന്നിട്ട് ഈ ടേപ്പുകൾ ന്യൂയോർക്കിലോ എവിടെയാണ് പ്രഭുപാദിൻ്റെ ആ ഡിവോട്ടീസ് ഈ ഇതെല്ലാം ബുക്കാക്കാനുള്ള ആ സർവീസ് ടേക്കപ്പ് ചെയ്ത ആ ഡിവോട്ടീസ് എവിടെയാണോ ഇരിക്കുന്നതെന്ന് വെച്ചാൽ അവർക്ക് ഈ ടേപ്സ് അയച്ചു കൊടുക്കും. അതുപോലെ പ്രഭുപാദിൻ്റെ മറ്റു ഡിസൈപ്പിൾസിനും ലോകത്ത് അന്നേരം പല സ്ഥലത്ത് അപ്പോഴേക്കും ഇസ്കോൺ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അവർക്കെല്ലാം പ്രഭുപാദിൻ്റെ ലെക്ചേഴ്സ്, അന്ന് ഇതുപോലെ ടെക്നോളജി ഇത്രയും അഡ്വാൻസ്ഡ് അല്ല, ഇതുപോലെ ഓൺലൈനിൽ ഇരുന്ന് ക്ലാസ് കൊടുക്കാനൊന്നും സാധിക്കില്ല. അപ്പോൾ എവിടെയാണോ പ്രഭുപാദിൻ്റെ ഡിസൈപ്പിൾസ് എവിടേക്ക് ഉണ്ടോ അവർക്കെല്ലാം ദൂരെയുള്ള സ്ഥലങ്ങളിൽ എവിടെയാണോ ഇരിക്കുന്നത് അവർക്കെല്ലാം ഈ ടേപ്പുകൾ അയച്ചു കൊടുക്കും. സോ അവരവിടെ ഇരുന്ന് ഈ ടേപ്പിൽ പ്രഭുപാദിൻ്റെ ലെക്ചേഴ്സ് അവർ കേൾക്കും. അപ്പോൾ പ്രഭുപാദിൻ്റെ ലെക്ചേഴ്സ് അന്നേരം അവർ കേൾക്കുമ്പോൾ അതിൻ്റെ അർത്ഥം പ്രഭുപാദിൻ്റെ ഫിസിക്കൽ പ്രസൻസ് അവിടെ ഉണ്ടെന്നാണോ? അല്ല, അവർ പ്രഭുപാദിൻ്റെ എനർജി ആ ടേപ്പുകളിലൂടെ അവർ കേൾക്കുകയായിരുന്നു. സോ അതൊരു എക്സാമ്പിൾ ഓഫ് എ സെപ്പറേറ്റഡ് എനർജി എന്ന് പറയുന്നത്. സോ അതുപോലെ തന്നെ ഭഗവാന്റെ മെറ്റീരിയൽ ആയിട്ടുള്ള എനർജീൻ്റെ സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഈ 8 ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫാക്ടർ എന്ന് പറയുന്നത് ഈ സെപ്പറേറ്റഡ് എനർജീസ്, ഈ ഭിന്ന പ്രകൃതിക്ക് വേറൊരു നേച്ചറാണ്. സോഴ്സ് വെച്ച് നോക്കുമ്പോൾ, നമ്മൾ ഭഗവാനെ വെച്ച് നോക്കുമ്പോൾ ഭഗവാന്റെ നേച്ചറും ഈ ഭിന്ന പ്രകൃതിക്കും ഡിഫറെൻറ്റ് നേച്ചറാണ്. പലരും അതുകൊണ്ട് തന്നെ ചോദിക്കാറുണ്ട്, ഭഗവാൻ നല്ലവനാണെങ്കിൽ എന്തുകൊണ്ട് ഈ ലോകത്തിൽ ഇത്രയും തിന്മകൾ നമ്മൾ കാണുന്നു? വൈ ഇസ് ദർ സോ മച്ച് ഈവിൾ ഇൻ ദിസ് വേൾഡ് ഇഫ് ഭഗവാൻ ഇസ് ഗുഡ് എന്ന് ചോദിക്കാറ്. അതിൻ്റെ ഒരു ആൻസറാണ് ഈ ഭിന്ന പ്രകൃതിയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരിക്കൽ പ്രഭുപാദനോട് ഒരു ലേഡി ഇതേ ചോദ്യം പ്രഭുപാദനോട് ചോദിച്ചു. പ്രഭുപാദ് അങ്ങോട്ട് ഉത്തരം പറഞ്ഞത് അവർ ഉത്തരം മുട്ടിപ്പോയി. ആ ഉത്തരം കേട്ടപ്പോൾ തിരിച്ചൊന്നും പറയാൻ പറ്റിയില്ല. പ്രഭുപാദ് പറഞ്ഞു, യു ആർ വെരി ബ്യൂട്ടിഫുൾ, യു ആർ അട്രാക്റ്റീവ് ആൻഡ് യു ആർ ബ്യൂട്ടിഫുൾ, ബട്ട് വൈ ഈസ് യുവർ സ്റ്റൂൾ റിപ്പൾസീവ് എന്ന് ചോദിച്ചു. അവർക്ക് ഉത്തരവില്ലായിരുന്നു. അപ്പം പ്രഭുപാദ് പറഞ്ഞു, ബിക്കോസ് ഇറ്റ്സ് യുവർ സെപ്പറേറ്റഡ് എനർജി. അപ്പം ഈ സെപ്പറേറ്റഡ് ആയിട്ടുള്ള എനർജി എന്ന് പറയുന്നത് ഒരു പ്യുവറായിട്ടുള്ള ഒരു സോഴ്സ് എന്ന് വന്നാൽ പോലും അതിന് എപ്പോഴും ഒറിജിനൽ ആ സോഴ്സിൻ്റെ അതേ ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം എന്നില്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഭിന്ന എന്ന് റെഫർ ചെയ്യുന്നത് പ്രകൃതിയോടാണ് റെഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ 8 ഇൻഗ്രീഡിയൻസിനോടാണ് റെഫർ ചെയ്യുന്നത്. അപ്പോൾ ഈ എനർജീസ് എല്ലാം എവിടെ നിന്നാണ് വരുന്നത്? ശ്രീല പ്രഭുപാദർ സാത്വത തന്ത്രയിൽ നിന്നും കോട്ട് ചെയ്തിരിക്കുകയാണ്. വിഷ്ണുസ്തു ത്രീണി രൂപാണി എന്ന് വെച്ചാൽ 3 തരത്തിലുള്ള വിഷ്ണുസ് ഉണ്ട്, വിഷ്ണുമൂർത്തികളുണ്ട്. വിഷ്ണുസ്തു ത്രീണി രൂപാണി പുരുഷാഖ്യാനി അതോ വിദഃ. ഇവരെയാണ് പുരുഷാവതാരങ്ങൾ എന്ന് പറയുന്നത്. ഏകം തു മഹത സൃഷ്ട, അതിൽ ആദ്യത്തേന് മഹത്തത്വ എന്ന് പറയുന്നു. മഹത്തത്വ എന്ന് റെഫർ ചെയ്യുന്നത് കാരണോദകസായ വിഷ്ണുവിനെയാണ്. ഈ പടത്തിൽ ആരെയാണ് കാണുന്നത്? ഏറ്റവും മുകളിൽ ഭഗവാനെ കാണാം. ഏറ്റവും സുപ്രീം ഗോകുൽ പ്ലാനറ്റിലിരിക്കുകയാണ്. അവിടെ നിന്ന് വരുന്ന ആദ്യത്തെ എക്സ്പാൻഷനാണ്, ആദ്യത്തെ എക്സ്പാൻഷൻ അല്ല, ആദ്യത്തെ വിഷ്ണു എക്സ്പാൻഷനാണ് ആര്? കാരണോദകസായി വിഷ്ണു, അല്ലെങ്കിൽ മഹാവിഷ്ണു എന്ന് പറയും. മഹാവിഷ്ണുവിൽ നിന്നുമാണ് ഈ മെറ്റീരിയൽ ക്രിയേഷൻ്റെ ഒറിജിൻ. മഹാവിഷ്ണുവിൽ നിന്നും എന്താ നമ്മൾ കാണുന്നത്? അനേകം യൂണിവേഴ്സുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, എമിനേറ്റ് ചെയ്തിരിക്കുകയാണ് മഹാവിഷ്ണുവിൻ്റെ ബോഡിയിൽ നിന്ന്, ഇൻ ദ ഫോം ഓഫ് ബബിൾസ്. ഈ ബബിൾസ് പോലെ ഇങ്ങനെ കാണുന്നത് ഓരോ മെറ്റീരിയൽ യൂണിവേഴ്സാണ്.
അപ്പോൾ ആക്ച്വലി ശരിക്കും ഇത് ബബിള് പോലെയല്ല ആദ്യം വരുന്നത്, കുമള പോലെയല്ല ആദ്യം വരുന്നത്. ആദ്യം ഈ പോറിൽ അത് മഹാവിഷ്ണുവിന്റെ പോസിൽ നിന്നും ബീജത്തിന്റെ രൂപത്തിലാണ്, സീഡ് ഫോമിലാണ് വരുന്നത്. അതിനെ നമ്മൾ എന്താ പറയുന്നത്? പ്രധാന. അത് പിന്നീട് ട്രാൻസ്ഫോം ചെയ്യുന്നതാണ്, മെറ്റീരിയൽ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഫോം ചെയ്യും. അതിനെയാണ് നമ്മൾ മഹത്തത്വം എന്ന് പറയുന്നത്. സോ ആദ്യം പ്രധാന ട്രാൻസ്ഫോം ചെയ്ത് മഹത്തത്വമാകുന്നു. മഹത്തത്വ പിന്നെ വീണ്ടും ട്രാൻസ്ഫോം ചെയ്ത് അഹങ്കാര ആയിട്ട് മാറുന്നു. അത് 3 മോഡ്സിലാണ് ഉള്ളത്: സത്വസ്, രജസ്, തമസ്. ഇതിൽ നിന്നുമാണ് ഈ പറഞ്ഞ പല എലമെന്റ്സ് ആയിട്ട് മാറുന്നത്. ആ എലമെന്റ്സ് ആണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ 8. ഓക്കെ, സോ ഇങ്ങനെയാണ് ക്രിയേഷൻ നടക്കുന്നത്. സോ മഹാവിഷ്ണു ആണ് ആദ്യം. ദ്വിതീയം ത്വണ്ട സംസ്ഥിതം. ആദ്യത്തെ മഹാവിഷ്ണു. രണ്ടാമത്തെ അണ്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന, അതായത് ബ്രഹ്മാണ്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന വിഷ്ണു. അതായത് ഈ ഓരോ ബബിള് നമ്മൾ എടുത്തു നോക്കിയാൽ, ഓരോ യൂണിവേഴ്സ് എടുത്തു നോക്കിയാൽ അതിനകത്ത് വിഷ്ണു വീണ്ടും മഹാവിഷ്ണു ഓരോ യൂണിവേഴ്സിനകത്തും എൻറ്റർ ചെയ്യും. ആരായിട്ട്? ഗർഭോദകശാൽ വിഷ്ണു ആയിട്ട് എൻറ്റർ ചെയ്യും. പിന്നെ തൃതീയം സർവഭൂതസ്ഥം. ആ ഗർഭോദകശായ വിഷ്ണുവിന്റെ പൊക്കിളിൽ നിന്നും എന്താ ഉണ്ടാകുന്നത്? ഒരു ലോട്ടസ് ഫ്ലവർ. അതിൻ്റെ ഏറ്റവും മുകളിൽ ഇരിക്കുന്നത് ആരാ? ബ്രഹ്മാവ്. ബ്രഹ്മാവാണ് പിന്നെ നമ്മുടെ സെക്കൻഡറി ക്രിയേറ്റർ. ഈ ഓരോ യൂണിവേഴ്സിലും ക്രിയേഷൻ പിന്നെ ചെയ്യുന്നത് ബ്രഹ്മാവാണ്. എന്നിട്ട് ആ ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ ജീവാത്മാവ് മാത്രമല്ല, ഓരോ അണുവിൽ വരെ, ഓരോ ആറ്റത്തിലും മഹാവിഷ്ണു വീണ്ടും എക്സ്പാൻഡ് ചെയ്യും. അതാണ് ക്ഷീരോദകശായി വിഷ്ണു. അതാണ് ഇവിടെ പറയുന്നത്. തൃതീയം സർവഭൂതസ്ഥ. എല്ലാ ജീവാത്മാവിലും സ്ഥിതി ചെയ്യുന്ന ആ വിഷ്ണു ഫോമിനാണ് ക്ഷീരോദകശായി വിഷ്ണു. സോ ആദ്യം മഹാവിഷ്ണു അല്ലെങ്കിൽ കാരണോദകശായി വിഷ്ണു. മഹാവിഷ്ണു വീണ്ടും എക്സ്പാൻഡ് ചെയ്യുന്നു, എല്ലാ യൂണിവേഴ്സിലും എക്സ്പാൻഡ് ചെയ്യുന്നു ആസ് ഗർഭോദകശായി വിഷ്ണു. ഗർഭോദകശായി വിഷ്ണു വീണ്ടും എക്സ്പാൻഡ് ചെയ്യുന്നു ക്ഷീരോദകശായി വിഷ്ണു. അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ തന്നെ സ്ഥിതി കൊള്ളുന്നത് ക്ഷീരോദകശായി വിഷ്ണു അല്ലെങ്കിൽ പരമാത്മാവ്. താനി ജ്ഞാത്വ വിമുച്യത്തെ. അപ്പോൾ ഇത് മനസ്സിലാക്കിയ ഒരു വ്യക്തിക്ക് എന്താണ് കിട്ടുക? മോക്ഷം. അപ്പം ഭഗവാനാണ് ക്രിയേറ്റർ. ഭഗവാന്റെ ക്രിയേഷൻ ഇങ്ങനെ 3 വിഷ്ണുസിലൂടെ, പുരുഷ അവതാരങ്ങളോടെയാണെന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് ലിബറേഷൻ അവര് നേടിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പം ഭഗവാന് പലതരത്തിലുള്ള എനർജീസ് ഉണ്ട്. നമ്മൾ ബ്രോഡായിട്ട് ക്ലാസിഫൈ ചെയ്യുമ്പോൾ അതിന് സ്പിരിച്വൽ എനർജിയും മെറ്റീരിയൽ എനർജിയും എന്നും പറഞ്ഞ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു. അപ്പം മെറ്റീരിയൽ എനർജി, ഭൗതികമായിട്ടുള്ള ഈ എനർജി എന്ന് പറയുന്നത് ഭഗവാന്റെ അനേകം എനർജീസിൽ ഒന്ന് മാത്രമാണ്. ആൻഡ് ഇതെല്ലാം താൽക്കാലികമാണ്, ഇതെല്ലാം ടെമ്പററി ആണ് ഭഗവാന്റെ ഈ ഒരു എനർജീസ് എന്ന് പറയുന്നത്. അപ്പം ഈ മെറ്റീരിയൽ എനർജി എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഭഗവാന്റെ പുരുഷാവതാരമാണ്. ഇപ്പം നമ്മളൊരു കമ്പനി എടുക്കുകയാണെങ്കിൽ ഒരു കമ്പനിക്ക് ആ ഒരു ഓണറാണ്. അപ്പോൾ ഇവിടെ ഓണർ എന്ന് പറയുന്നത് കൃഷ്ണനാണ് ഓണർ. ആൻഡ് അത് നടപ്പിലാക്കാനായിട്ട് സിഇഒസ് ഉണ്ടാവും, സിഇഒ. ആ സിഇഒസ് ആണ് വിഷ്ണു രൂപം. ഓക്കെ, ഇനി ഇവിടെ 8 ഇൻഗ്രീഡിയൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഭാഗത്ത് പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? കപിലമുനി സാങ്ക്യ ഫിലോസഫിയെ പറ്റി പറയുന്നുണ്ട്. കപിലമുനി എന്ന് പറയുന്നത് കർദമമുനിയും ദേവഹൂതിയുടെയും മകനായിട്ട് ജന്മമെടുത്താണ്. ഭഗവാന്റെ ഇൻകാർണേഷൻ തന്നെയാണ് കപിലമുനി. അപ്പോൾ അതിൽ കപിലമുനി കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണ്. അതായത് ഈ മെറ്റീരിയൽ എനർജി എന്ന് പറയുന്നതിന് 24 എലമെന്റ്സ് ആണ് ഉള്ളത്.
അപ്പം നമുക്കത് 5ആയിട്ട് ബ്രോഡ് ക്ലാസിഫിക്കേഷൻ ആണെങ്കിൽ 5ആയിട്ട് നമുക്ക് തിരിക്കാം. ആദ്യം എന്ന് പറയുന്നത് മഹാഭൂതാസ്, അതായത് 5 ഗ്രോസ് എലമെന്റ്സ്. അതാണ് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത ഭൂമി, ആപ, അനല, വായു, കം. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം. എർത്ത്, വാട്ടർ, ഫയർ, എയർ, ഈതർ. ഇതാണ് മഹാഭൂതസ്, പഞ്ചമഹാഭൂതാസ്. അപ്പം ഭഗവാൻ ഈ ഒരു ഓർഡറിൽ പറയാനായിട്ടുള്ള ഒരു കാരണം കൂടെയുണ്ട്. ഭൂമി, ആപ, അനലോ, വായു, കം എന്ന് പറയാനായിട്ട് എന്താണ് റീസൺ എന്താണെന്ന് അറിയോ? എന്തുകൊണ്ടാണ് ഈ ഒരു ഓർഡറിൽ പറഞ്ഞിരിക്കുന്നത്? കാരണം ഇൻക്രീസിങ് ഓർഡറിലാണ് അതിൻ്റെ സട്ടിൽ നേച്ചർ കൂടുന്നത്. ഗ്രോസ് ഉണ്ട്, സട്ടിൽ ഉണ്ട്. ഗ്രോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാം, തൊടാം, ഫീൽ ചെയ്യാം. പക്ഷെ അത് സട്ടിലാകും തോറും നമുക്കത് കാണാനോ അല്ലെങ്കിൽ അത് ഫീൽ ചെയ്യാനോ ഉള്ള കപ്പാസിറ്റി കുറയും. അത് കൂടുതൽ സട്ടിലായതുകൊണ്ട്. അപ്പോൾ ഇവിടെ ഭൂമി എന്ന് പറയുന്നത് ഏറ്റവും ഗ്രോസ് ആയിട്ടുള്ളതാണ്. നമുക്ക് തൊടാം, ഫീൽ ചെയ്യാം, സ്മെൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഭൂമി ആദ്യം പറഞ്ഞത്. ഭൂമിയെക്കാളും കുറച്ചും കൂടെ സട്ടിലായിട്ടുള്ളതാണ് പിന്നെ ജലം. ജലം നമുക്ക് ടച്ച് ചെയ്യാം, ഫീലൊക്കെ ചെയ്യാം, പക്ഷെ സ്മെൽ ചെയ്യാൻ പറ്റില്ല. പിന്നെ അതിനേക്കാളും സട്ടിലായിട്ട് വരുന്നതാണ് അഗ്നി. കാണാം, ഫീൽ ചെയ്യാം, പക്ഷെ അവിടെ നമുക്ക് ഫീൽ അല്ല, നമുക്ക് ടച്ച് ചെയ്യാൻ സാധിക്കില്ല, മണക്കാനും സാധിക്കും. അഗ്നി അതിനേക്കാളും സട്ടിലായിട്ട് വരുന്നതാണ് പിന്നെ ഏതാ? വായു. വായു നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും, പക്ഷെ നമുക്ക് കാണാൻ സാധിക്കില്ല, മണക്കാനും സാധിക്കില്ല. അതിനേക്കാളും സട്ടിലായിട്ടുള്ളതാണ് അവസാനം വരുന്ന കം അല്ലെങ്കിൽ ആകാശം, ഈതർ. ഈതറാണ് ഏറ്റവും സട്ടിൽ. നമുക്ക് കാണാൻ സാധിക്കില്ല, ടച്ച് ചെയ്യാനോ ഫീൽ ചെയ്യാനോ സ്മെൽ ചെയ്യാനോ ഒന്നും സാധിക്കില്ല. അതുകൊണ്ടാണ് ഈ പഞ്ചമഹാഭൂതാസ് ഈ ഒരു ഓർഡറിൽ പറഞ്ഞിരിക്കുന്നത്. ഭൂമി, ആപ, അനലോ, വായു, കം. ആദ്യം അത് മഹാഭൂതാസ്. രണ്ടാമത് വരുന്നത് ജ്ഞാനേന്ദ്രിയാസ്. ജ്ഞാനേന്ദ്രിയാസ് 5 അതായത് ഇവിടെ നോളജ് അക്വയറിംഗ് സെൻസസ് എന്ന് എഴുതിയിരിക്കുന്നു. അതായത് ഈ ജ്ഞാനേന്ദ്രിയസിലൂടെയാണ് നമുക്ക് ഔട്ട്സൈഡ് എൻവയൺമെന്റിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ നമുക്ക് നേടാൻ സാധിക്കുന്നു, അക്വയർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിനകത്ത് കണ്ണ്, മൂക്ക്, ചെവി, നാവ്, ത്വക്ക്, ഐ, നോസ്, ഇയർ, ടങ്, സ്കിൻ. ഇത് 5 ജ്ഞാനേന്ദ്രിയാസ്. ഇപ്പം 5 ഉം 5 ഉം 10. അടുത്തത് ഒബ്ജക്ട്സ് നോൺ ബൈ ദ ജ്ഞാനേന്ദ്രിയാസ്. ഈ 5 ജ്ഞാനേന്ദ്രിയാസ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒബ്ജക്റ്റുകൾ, അത് സട്ടിലായിട്ടുള്ള എലമെന്റ്സ് ആണ്. ഇപ്പൊ കണ്ണുകൊണ്ട് എന്താണ്? സൈറ്റ്. മൂക്കുകൊണ്ട് എന്താണ്? ഗന്ധം, സ്മെൽ. ചെവി കൊണ്ട് എന്താണ്? സൗണ്ട്. നാവ് രസം, ടേസ്റ്റ്. ത്വക്ക് കൊണ്ട് ടച്ച്, ഫീൽ, ടച്ച് സെൻസേഷൻ. സോ ഇതാണ് 5 സട്ടിലായിട്ടുള്ള എലമെന്റ്സ്. അപ്പം 15 മൊത്തം. പിന്നെയും വരുന്നത് 5 കർമ്മേന്ദ്രിയാസ് അല്ലെങ്കിൽ 5 വർക്കിംഗ് സെൻസസ്. അതിനകത്ത് വരുന്നത് കയ്യ്, കാല്, മൗത്ത്, പിന്നെ നമ്മുടെ എക്സ്ക്രീഷൻ, പിന്നെ ജനനേന്ദ്രിയങ്ങൾ, ജെനിറ്റൽസ്. സോ ഹാൻഡ്, ലെഗ്, മൗത്ത്, ഏനസ്, ജെനിറ്റൽസ്. ഇതാണ് 5 കർമ്മേന്ദ്രിയാസ് അല്ലെങ്കിൽ വർക്കിംഗ് സെൻസസ് എന്ന് പറയും. പിന്നെ അവസാനം വരുന്നത്, അപ്പൊ ഇതുവരെ ടോട്ടൽ 20. ഇനി അവസാനത്തെ 4 എലമെന്റ്സ് എന്ന് പറയുന്നത് സട്ടിലായിട്ടുള്ള സെൻസസ് ആണ്. അതിനകത്താണ് മനസ്സ്, ബുദ്ധി,
അഹങ്കാരം ആൻഡ് നമ്മുടെ കണ്ടാമിനേറ്റഡ് കോൺഷ്യസ്നസ്. സോ ഇതാണ് 24 എലമെന്റ്സ്, മെറ്റീരിയൽ എലമെന്റ്സ്. ഇതിനാണ് നമ്മൾ സാങ്ക്യ ഫിലോസഫി ഭാഗത്തില് കപില മുനി ദേവഹൂതിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് സാങ്ക്യ ഫിലോസഫിയെ പറ്റി. അപ്പോൾ പ്രഭുപാദ് ഇവിടെ ഭാവാർത്ഥത്തിൽ എഴുതിയിരിക്കുകയാണ്, മെറ്റീരിയൽ സയൻസ് ഏതിലാണ് ഫോക്കസ് ചെയ്യുന്നത്? കൂടുതലും ഈ ഗ്രോസ് ആയിട്ടുള്ള എലമെന്റ്സിനെയാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അതായത് പഞ്ചമഹാഭൂതാസിനെയാണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. സട്ടിലായിട്ടുള്ള എലമെന്റ്സ്, അതായത് മനസ്സ്, ബുദ്ധി, അഹങ്കാരം, കണ്ടാമിനേറ്റഡ് കോൺഷ്യസ്നസ്, ഇതിനെക്കുറിച്ചൊക്കെ ഒന്നും തന്നെ മെറ്റീരിയൽ സയൻസ് ഫോക്കസ് ചെയ്യാറില്ല, അല്ലെങ്കിൽ വളരെ കുറച്ചേ ഫോക്കസ് ചെയ്യാറുള്ളൂ. പ്രത്യേകിച്ച് ആത്മാവിനെ കുറിച്ചോ അല്ലെങ്കിൽ കോൺഷ്യസ്നസിനെ കുറിച്ചോ ഒട്ടും തന്നെ മെറ്റീരിയൽ സയൻസ് ഫോക്കസ് ചെയ്യാറില്ല. അതുകൊണ്ടാണ് മെറ്റീരിയൽ സയൻസിൻ്റെ ഒരു റിയാലിറ്റി എന്ന് പറയുന്നത് ഇൻകംപ്ലീറ്റ് ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സോ നമുക്കൊരു പ്രോപ്പറായിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രോസ് ആയിട്ടുള്ള എലമെന്റ്സ് അറിയണം, സട്ടിലായിട്ടുള്ള എലമെന്റ്സും അറിയണം, ആത്മാവിനെ കുറിച്ചും അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഒരു പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് കിട്ടുകയുള്ളൂ. അപ്പം ഈ ശ്ലോകത്തിൽ ഭഗവാന്റെ മെറ്റീരിയൽ എനർജീസിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എന്തിനാണ് ഈ മെറ്റീരിയൽ എനർജീസിനെ കുറിച്ചൊക്കെ ഭഗവാൻ പറയുന്നത്? ഒന്ന് ഭഗവാന്റെ ആ പൊസിഷൻ നമുക്ക് പറഞ്ഞു തരാനും നമ്മളത് മനസ്സിലാക്കാനും, ആ അറിവിലൂടെ ഭഗവാനാണ് ഒറിജിൻ എന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ മെറ്റീരിയൽ എനർജീസ് ശരിക്കും നമ്മുടെ എൻജോയ്മെന്റിനുള്ളതല്ല. ഇത് ശരിക്കും ഈ മെറ്റീരിയൽ എനർജീസ് നമ്മൾ ഭഗവത് സേവനത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടതാണ്, ഭഗവാന്റെ പ്ലഷറിന് വേണ്ടി ഉപയോഗിക്കേണ്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു വ്യക്തി ഒരുപാട് പൈസക്ക് മുടക്കി അദ്ദേഹത്തിൻ്റെ ടൈം ആൻഡ് എഫേർട്ട് എല്ലാം ഉപയോഗിച്ച് മനോഹരമായ ഒരു ഭവനം പണിതു. അതെല്ലാം പണിത് കഴിഞ്ഞിട്ട് ആ വീട്ടിൽ ടൈം സ്പെൻഡ് ചെയ്യാനും എല്ലാം അത് ആർക്കുള്ളതാണ് ആ വീട് ശരിക്കും? He spends so much of time and money and finally that house is for his pleasure. എന്ന് പറയുന്നത് പോലെ ഈ എൻറ്റയർ ക്രിയേഷൻ എന്ന് പറയുന്നത് ഭഗവാന്റെ സൃഷ്ടിയാണ്. സോ അത് ഭഗവാന്റെ എൻജോയ്മെന്റിന് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ ഇന്നലെ ബുക്ക് റീഡിങ്ങിൽ വായിച്ചു, പ്രിഡോമിനേറ്റർ ആൻഡ് പ്രിഡോമിനേറ്റഡ് എന്ന് 2 വാക്കുകൾ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല. അതിൽ പ്രിഡോമിനേറ്റർ എന്ന് പറയുന്നത് ഭഗവാനാണ്, പ്രിഡോമിനേറ്റഡ് എന്ന് പറയുന്നത് ജീവാത്മാവാണ്. സോ എൻജോയർ ഉണ്ട്, എൻജോയ്ഡും ഉണ്ട്. അപ്പോൾ നമ്മുടെ പൊസിഷൻ എന്ന് പറയുന്നത് നമ്മൾ ഭഗവാന്റെ അംശമായത് കൊണ്ട് നമ്മൾ ഭഗവാന്റെ സേവകരാണ്. അപ്പോൾ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമ്മൾ ഈ മെറ്റീരിയൽ എനർജീസ് നമ്മൾ ഭഗവത് സേവനത്തിന് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കും ആ ഹാപ്പിനെസ്സും പീസും എല്ലാം നമുക്ക് നേടാൻ സാധിക്കും. ഇനി അടുത്ത ശ്ലോകത്തിൽ ഭഗവാന്റെ സ്പിരിച്വൽ എനർജീസിനെ കുറിച്ചാണ് ഭഗവാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ.